ഹായ് കൂട്ടുകാരെ, ഇന്ന് കല്യാണത്തിന്റെ തലേ ദിവസം തുടക്കം തന്നെ ഇതാ ആങ്ങളന്റെ ഇവിടെയാണല്ലോ കല്യാണം നടക്കുന്നത്. ആങ്ങളന്റെ ബെസ്റ്റ് സുഹൃത്ത് മധുരം കൊടുത്താ തുടങ്ങുന്നത്. നെയ്യപ്പത്തിലാണ് തുടങ്ങുന്നത് ഇന്നത്തെ കല്യാണം. അപ്പോൾ എൻ്റെ തറവാട്ട് വീട്ടിലെ, എൻ്റെ സ്വന്തം വീട്ടിലെ കല്യാണ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, നിങ്ങൾ ചെയ്യാറുണ്ട്, എന്നാൽ ലൈക്ക് ചെയ്തൊന്ന് കാണാൻ നോക്കണം കേട്ടോ. എൻ്റെ വീട്ടിലെ എൻ്റെ ആൾക്കാർ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നാൽ അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരുക്കങ്ങൾ തുടങ്ങി. എന്താ രാവിലെ തുടങ്ങുന്നേ ഉള്ളൂ. മുൻഭാഗത്ത് നല്ല രസാ, പച്ചിപ്പ് ലൈറ്റൊക്കെ ഫിറ്റാക്കി. പകലായത് കൊണ്ട് ഒരു ഭംഗി കിട്ടുന്നില്ലതാ, ഇതിനൊരു പച്ചിപ്പ് കൂടിയ പോലെ ഉണ്ട്. പകല ഇതാ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക. വരുന്ന വഴി ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടേ കല്യാണത്തിന് ആൾക്കാർ വരികയല്ലേ ഇവിടെ രാത്രിയൊക്കെ. വണ്ടിയെല്ലാം പലതരം വണ്ടികളല്ലേ സാധനങ്ങൾ ഇറക്കാന്, എല്ലാം ഇറക്കി വണ്ടിയെല്ലാം ഇപ്പൊ പോയി. അപ്പൊ ഞാൻ മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പൊ ഞങ്ങളെ കല്യാണ തലേന്നാണ് ഇന്ന്. അപ്പൊ കല്യാണ ചെക്കന് ഞങ്ങളെ വക ഒരു സമ്മാനം കൊടുക്കാന്ന് വിചാരിച്ച ആച്ചി. എല്ലാരും ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട്. ഇതാ ഒരാങ്ങള, ഒക്കെ ആങ്ങളമാരാ. ഇതാങ്ങളല്ല കേട്ടോ. ഇതാ ഇത് സുമി ഉണ്ട്, ഇത് ജസ്നന്റെ ആൾക്കാര്. എവിടെ ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കട്ടെ. ഉമ്മ ഉണ്ട്. ബാനുവലൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന എടുത്തിണ്ട്. നാത്തുമാരാണ്. ഒരു സാന്നിധ്യത്തിൽ ഞങ്ങൾ ചെറിയൊരു സമ്മാനം കൊടുക്കുക. ഇതൊക്കെ ചെറുതാട്ടോ എൻ്റെ അടുത്ത് ഓന്റെ കണക്കിന്. കെട്ടിക്കൊടുക്കണ വാച്ച് പുതിയാപ്പള നാളെ വാച്ച്. പുതിയാപ്പള ഉപ്പയാത് കേട്ടോ. എന്റെ ആങ്ങള ഇതാ ഉമ്മനൊന്ന് കാണിച്ചു കൊടുക്ക്. ഇനി ഞങ്ങൾ കല്യാണം തുടങ്ങുന്നത്. മതി ഇനി ഓരോന്നോരോന്ന് ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ അലങ്കാരങ്ങളും. ഇത് ആങ്ങളന്റെ ഏറ്റവും വലിയ സുഹൃത്ത്, തറവാട് അംഗം. പിന്നെ സംരംഭം ഇതെന്റെ വലിയ ആങ്ങളമാരിൽ വലിയ ആങ്ങള. കച്ചവടം ഭയങ്കര സംരംഭം. വലിയ ഫ്രണ്ട്. അവിടെയും കല്യാണം. ജസ്നന്റെ ഏടത്തിന്റെ ഭർത്താവ്. ഇവര് ഇപ്പൊ റിട്ടയർഡ് ആണ്. ജോലി ഓവർസിയർ ആയിരുന്നു. ഇതാ ഇത് എന്റെ ആങ്ങളുടെ മോന്. ഇത് ഉമ്മ. കാണിച്ചു കൊടുത്തു എല്ലാം അന്നേരം. ഇതാണ് ഞങ്ങളെ എല്ലാം. ഇത് ഞാൻ വീഡിയോകൾ ഞാൻ കാണിച്ചു തരലുണ്ട്. ഇത് പെങ്ങളാണ്. അടുത്ത കല്യാണം ഏടത്തി, നാത്തൂന്, ഇതെന്റെ ആങ്ങളുടെ ചെറിയ ആങ്ങളുടെ മോന്. സ്കൂൾ ലീഡറാ. ചെറിയ മോനാറിട്ട് കാര്യമല്ലോ അല്ലേ. ഓൻകൊണ്ടൊരു സമ്മാനം. പിന്നെ ഇവരാരാന്നറിയോ? ആങ്ങളന്റെ മോന്റെ കല്യാണാണല്ലോ ഇവിടെ. അപ്പൊ എപ്പോഴും സഹായിയായിട്ട് ഇവർ ആങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നാളത്തെ കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, ആങ്ങളെയും ഭാര്യയും കൂടെ. അവ കൊടുക്കുന്നതാ ഇത് കേട്ടോ. ഇതാ काका को लड़का को शादी हुआ ना, काका को लड़का को शादी हुआ ना, इसलिए मेरा इसको दिया. बहुत खुशी हुआ मैं. ഇവർക്ക് മലയാളം അറിയില്ല. വേറെ ഒരാങ്ങളെയാട്ടോ. ഇപ്പൊ പരീക്ഷയായിട്ട് ഇപ്പൊ എത്തുന്നേ ഉള്ളൂ. എല്ലാവർക്കും പരീക്ഷയാ. എന്നാലും അധ്യാപകരായതുകൊണ്ട് ആർക്കും. അനിയത്തിക്ക് പരീക്ഷ, മറ്റേ ആങ്ങൾക്ക് പരീക്ഷ, ഈ ആങ്ങൾക്ക് പരീക്ഷ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. എന്താ വൈകുന്നേരമായി. കല്യാണ വീടിന്റെ മാറ്റങ്ങള്. ലൈറ്റ് ഇപ്പൊ നമ്മള് കാണുന്നു കേട്ടോ. നേരത്തെ വെച്ചിട്ടുണ്ട്. ഇവിടെ
സ്റ്റേജ് സ്റ്റേജ് കല്യാണ വീട് സിറ്റ് ഔട്ട് ഇത് സോഫ റൂം ലിവിങ് റൂം എന്താ ജെസിനന്റെ കൂട്ടുകാരത്തി വന്നത് അയ്യോ 10ാം ക്ലാസ് കൂട്ടുകാരത്തിയാ തോന്നുന്നുണ്ട് എന്തെല്ലോ പ്രസന്റ് ഉണ്ട് നമുക്ക് നോക്കാം എന്താണ് കൂട്ടുകാർക്ക് തന്നെന്നുള്ളത് ഇവിടെ പ്രസന്റ് ഗിഫ്റ്റിന്റെ കളിയോ ഇതെന്താ ആളുണ്ടാക്കിയ ആളിതാ ടീച്ചറാല്ലേ ഏത് സ്കൂളാണ് കൊടിയത്തൂർ സ്കൂളിലെ പേര് റുബീന എന്റെ നാത്തൂന്റെ കൂട്ടുകാരത്തിയാണ് ആണോ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് അങ്ങനെ 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 ഇതാ അടിപൊളി ഇതാ സ്വന്തം ഉണ്ടാക്കിയേ യോ ടീച്ചറുമാണ് പാചകവും അറിയാ പാചകക്കാരി ഞമ്മത് കട്ട് ചെയ്യട്ടെ ഇത് എന്റെ വീശുണ്ണിന്റെ ആങ്ങളുടെ കൂടെ പഠിച്ചവരാ 10ാം ക്ലാസ്സുകാര് പെൺകുട്ടിയെ കുഞ്ഞനെ മാത്രമേ കിടക്കും ഞാനടെ ജസ്ലിന്റെ ആരായിരുന്നു 10ാം ക്ലാസ് കൊറേ രണ്ടാളും ജസ്ലിന്റെയും മീസിന്റെയും കൂടെ പഠിച്ചവരുണ്ട് എന്തൊരു പേര് റസീന അല്ലെ ഒക്കെ മീസിനെ പറയുന്നുണ്ട് ഇതൊക്കെ എന്റെ ഉമ്മന്റെ ആൾക്കാരാ വെളിച്ചത്തിന്റെ കുറവുണ്ടോ നിങ്ങളെല്ലാം എനിക്ക് കിട്ടണ്ടേ ഇവിടെ അച്ചാറ് സെക്ഷനില്ലേ ഇതാണ് ചെക്കനും കല്യാണ ചെക്കനും ഉമ്മയും ഉമ്മാന്ന് തിരിയേണ്ടത് ഞങ്ങള് രാത്രി എല്ലാരും ഒരേ യൂണിഫോം ഒക്കെ ഡ്രസ് കോഡ് കറുപ്പ ചെക്കന്റെ കൂടെ കല്യാണ ചെക്കന്റെ കൂടെ ചെക്കന്റെ ഉമ്മയാണ് എന്റെ നാത്തൂന് അതെന്റെ അനിയത്തി ഇതെന്റെ ഏട്ടത്തി അന്ന് MBBS കിട്ടിയ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആയോ ഇതാ ഇവിടെ മാറ്റിന്റെ ആളവിടെ അന്റെ ഉപ്പത്തിയില്ലല്ലോ വന്നു ഇപ്പൊ സ്കൂളിലേക്ക് പോക്കില്ലേ ഏത് സ്കൂളിലായി അറിയോ എന്റെ ആങ്ങളന്റെ കൂടെ പഠിച്ചവരാ 10ാം ക്ലാസ്സിലെ മോശക്കാരില്ലേ 10ാം ക്ലാസ് അപ്പൊ അവര് സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്നവരാ കല്യാണത്തിന് രാത്രി വന്ന് എന്നാ കൊടുക്കാരോ എല്ലാരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എല്ലാരും വരട്ടെ
എല്ലാവരും വന്നില്ലേ? എല്ലാരും ഫോട്ടോ വന്നില്ലേ? അതാ കാണിച്ചു കൊടുക്ക ഫോട്ടോ. അതാ ജാസുട്ടാ ഇത് പിടിച്ച് കാണിച്ചു. ചെക്കനും പെണ്ണും ആങ്ങളെന്റെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാവരും ഇവര് ആങ്ങളെന്റെ മോക്ക് LLM-ന് ഫസ്റ്റ് റാങ്ക് കിട്ടി. അതിനൊരു പ്രചോദനം, ചെറിയ പ്രോത്സാഹന സമ്മാനം കൊടുക്കുക. ഇതാ കൊടുക്കുന്നു എല്ലാവരും. കല്യാണ ചെക്കനും കിട്ടി, പെണ്ണിനും. എവിടുന്ന് ലാസ്റ്റ് റിട്ടയർമെന്റ് എവിടുന്നായിരുന്നു? വയനാട്ടിലല്ലേ? സൂപ്രണ്ടായിട്ട്. വസീഫിന്റെ ഉപ്പയും കൂടിയാണ്. വസീഫ് വരുന്നില്ലേ? പ്രസിഡന്റ് വരുന്നില്ലേ? വസീഫില്ലേ? എത്തിയില്ല. ഇതൊരാങ്ങളുടേത്, ഇത് കൽപ്പറ്റാങ്ങളുടെ, കൽപ്പറ്റാങ്ങളുടെ. ഇത് ഇവിടെ ഉള്ള ചെറിയ പൂന്റെ അമറു. ഫുഡിന്റെ തിരക്കാ. ഇയാൾ ഇരിക്കുന്നില്ല? ഞാൻ ഇരിക്കുക. വെള്ളം കിട്ടിയില്ല ഇവർക്ക്? ഒരുക്ക ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാരും ഒരുവിധ ആൾക്കാരൊക്കെ പോയി. ഇനി ഞങ്ങൾ സ്റ്റേജ് ഒരുക്കുക. അന്നമോളെ ഒന്ന് അതവിടെ നടുക്ക. ലുലുമോൾ എങ്ങോട്ട് നോക്ക്. കറുപ്പല്ലിട്ട് നാത്തൂന മൈലാഞ്ചി. മോളൂസിന്റെ മൈലാഞ്ചിട്ട് നോക്കട്ടെ. മോളൂസിന്റെ മൈലാഞ്ചിട്ട് നോക്കട്ടെ. ഇതെങ്ങോട്ട് നോക്ക്. ഒരു മര്യാദക്ക് ഒരു ഫോട്ടോ കിട്ടാൻ. ഇത് അനിയത്തിയും ഭർത്താവുക. ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടെ കുടുംബത്തിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട് ഇതില്. ഇതിന്റെ അവിടെ എത്തുമ്പോ പറയും. എല്ലാവരും ആങ്ങളമാരുണ്ട്, ഏട്ടത്തി. ഞങ്ങളെ കുടുംബത്തിലെ മൊത്തം ഒരാങ്ങളെ ഇല്ലാത്തതും സൗദിയില. ഉമ്മയുടെ അളിയന്റെ അടുത്തുണ്ട് ഇല്ലേ? ആരംഭിക്കാൻ പോകുന്നത് ഈ അധ്യയന വർഷം 2026-27 അധ്യയന വർഷം തന്റെ സ്കൂളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ബാലറ്റ് പേപ്പറിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ വിദ്യാലയത്തിലെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ അൽഫ ബേബി അയാൻ, പ്ലീസ് വെൽക്കം അയാൻ. ഒരു LP സ്കൂളാണ്. അവിടെ സ്കൂൾ ലീഡറായിട്ട് മികച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അയാൻ വിജയിച്ചിരിക്കുന്നത്. അയാൻ നമുക്ക് സ്നേഹത്തോടു കൂടി വരവേൽക്കാം. അവനുള്ള സമ്മാനവുമായിട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന യൂട്യൂബ് ബ്ലോഗർ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. റുഖിയ ബ്ലോഗ്, റുഖിയാസ് വേൾഡ്, റുഖിയ PP. പ്ലീസ് വെൽക്കം. ഹായ് കൂട്ടുകാരെ, കൈയടിക്കൂ. ഹായ്. എന്താ വാക്ക ഏത് കഴിക്കാൻ കെട്ടി തരേണ്ടത്? ആൺകുട്ടികളാവുമ്പോ അങ്ങനെ ഉണ്ടോ? ആ ഭാഗത്ത് നിന്ന് വന്നവരെല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരിക. തെരട്ടമ്മൽ ബ്രദേഴ്സ്, പ്ലീസ് വെൽക്കം. തെരട്ടമ്മൽ ടീം തെരട്ടമ്മൽ. കൂടെ അനുഭവിക്കുന്നു അവന്റെ ഉമ്മ ജസ്ന തെരട്ടമ്മൽ. കൂടെ LLM-ന് ഫസ്റ്റ് റാങ്ക് നേടിയ സഹോദരി ഫാത്തിമ സഹ.
അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഫുൾ A+ പ്രതീക്ഷിക്കുന്ന SLC ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾ ഫുൾ പ്രതീക്ഷയുള്ള മുഹാസ്. അതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ പിതാവ് കുഞ്ഞുമൊയ്തീൻ. പ്ലീസ് വെൽക്കം. വെൽക്കം. ചേറ് വേണോ? അതാ ആണോ? ഒന്നുകൂടി വേണോ? കൊടുത്ത് ഫോട്ടോ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മളെ തറവാട്ടിലെ ഒരു കല്യാണത്തിനാണ്. നമ്മളെ പേരക്കുട്ടികളിൽ വെച്ചിട്ട് ഇത്രയും ആഘോഷമായിട്ട് കഴിക്കുന്നത് അത് നാട്ടിൽ വെച്ച് കൽപ്പറ്റ വെച്ച് നടന്നിട്ടുണ്ട്. നാട്ടിൽ വെച്ച് നടന്നത് ആദ്യമായിട്ടാണ്. അത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഞങ്ങള് ഒരുങ്ങി നേരത്തെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഡ്രസ് കോഡ് വരെ ഇന്നിടാ വേറെ കളർ, നാളെടാ വേറെ കളർ, അങ്ങനെ അടിപൊളിയാക്കാൻ തീരുമാനിച്ചു. ഫുട്ബോൾ രാജാക്കന്മാരുടെ നാട്ടിൽ നിന്നുള്ള ചെമ്പകത്ത് കുടുംബം ഈ കുടുംബത്തിലേക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ പ്രഥമ പൗരൻ അണിചേരുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫ് മലപ്പുറം. കേരളത്തിലെ ഫുട്ബോളിന്റെ ഈറ്റിലവും പോറ്റിലവുമായ പെരുത്തമ്മൽ ഗ്രൗണ്ടിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന പ്രിയങ്കരനായ സീതാദ് ഉൾപ്പെടെയുള്ള ഒരുപാട് കളിക്കാരെ വാർത്തെടുത്ത പെരുത്തമ്മൽ മൈതാനത്തിൽ കളിച്ചു. ഫുട്ബോൾ ഒരു സംസ്കാരമായി ഇവിടെ പുറത്തേനു ഇതൊരു യൂട്യൂബ് കൂടി ആവട്ടോ. ഹായ് കൂട്ടുകാര് പറഞ്ഞിട്ട് വരും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കും. റുക്കിയാസ് വേൾഡിന്റെ ഒരു യൂട്യൂബ് കൂടിയായി യൂട്യൂബിലെ താരങ്ങളായി മാറുകയാണ് തെരട്ടമൽ ടീം. തെരട്ടമൽ ചെമ്പകത്ത് ടീം. തിളക്കമായി വിരിയുന്ന മലരെ കരളിലെ കടലിലെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസ് നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ കരളിലെ കടലിലെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസ് മാരൻ നിലത്തിനിത വരുന്നു മോളെ മുഹബത്തിൻ കുളിയുമായി ഇതാവരും മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ
മധുരപ്പാതീനിൽ ലെങ്കി മാറിയെന്നോളെ ലെങ്കി മാറിയെന്നോളെ ലെങ്കി മാറിയെന്നോളെ ലെങ്കി മാറിയെന്നോളെ ലെങ്കി മാറിയെന്നോളെ മധുവമ്പൻ കരുണങ്ങൾ കിനാമതിൽ തെളിഞ്ഞ് കവിളിലെ കരളിലെ മധുവിന് തെളിഞ്ഞ് പുതുതാരം കരം കട്ടി നിറനെങ്കിൽ വിളിഞ്ഞ് മധുവമ്പൻ കരുണങ്ങൾ കിനാമതിൽ തെളിഞ്ഞ് പൂമാരൻ നിനക്കീത വരുന്നു മോളെ പൂമ്പട്ട് നീരിക്കുവാൻ ഇതാ വരുന്നേ മധുവർണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപ്പാതീനിൽ ലെങ്കി മാറിയെന്നോളെ ലെങ്കി മാറിയെന്നോളെ ലെങ്കി മാറിയെന്നോളെ ലെങ്കി മാറിയെന്നോളെ ലെങ്കി മാറിയെന്നോളെ. സർവീസ് കയറിയ അന്ന് മുതൽ പാട്ടിലൂടെയാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അധ്യാപിക എന്നതിലുപരി ഒരു സംഗീതജ്ഞ എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ഒരു പക്ഷേ ഭാവി സാധ്യതയുണ്ടാവുക. എങ്കിലും അവരുടെ പാട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം. വെൽക്കം.